വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നെടുങ്കണ്ടത്ത് സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. CMC സന്യാസിനി സമൂഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അടിമാലി 1000 ഏക്കർ സമന്വയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും നെടുങ്കണ്ടം സിയോൺ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും നേതൃത്വത്തിലാണ് സ്പോർട്സ് മീറ്റ് നടത്തിയത്. സൊസൈറ്റികളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 225ഓളം വനിതാ SHGകളിൽ നിന്നായി 670 പേർ മീറ്റിൽ പങ്കെടുത്തു. ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായാണ് വിവിധ മത്സരങ്ങൾ നടത്തിയത്. നെടുങ്കണ്ടം സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്ന സ്പോർട്സ് മീറ്റ് കട്ടപ്പന DYSP VA നിഷാദ് മോൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഒരു 25 വർഷം മുമ്പ് കാണുന്ന ഒരു അവസ്ഥയല്ല ഇന്ന് എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുക്കളകളിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീകൾ എത്തിയതിൻ്റെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കേരളം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇവിടെ സിസ്റ്റർ സൂചിപ്പിച്ചു കഴിഞ്ഞു. ലഹരിക്കെതിരെയുള്ള പോരാട്ടം, അതിൽ നമ്മൾ അണിചേരേണ്ടിയിരിക്കുന്നു. ഇന്ന് ബാല്യത്തിൽ തുടങ്ങി കൗമാരത്തിലെത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ കൊലക്കേസ് പ്രതികളായിട്ടും കഞ്ചാവിലും മയക്കുമരുന്നിലുമൊക്കെ പ്രതികളായിട്ടും അതിലടിമപ്പെട്ടും അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ മലയാളി സമൂഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വനിതാ ദിനത്തിന്റെ കായികമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം തുടർന്ന് വിവിധ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുത്തതിനൊപ്പം സിന്തറ്റിക് ട്രാക്കിൽ മത്സരത്തിൽ പങ്കെടുത്തതിന്റെ അനുഭവം കൂടിയാണ് മത്സരാർത്ഥികൾക്ക് ലഭിച്ചത്. ട്രാക്കിൽ സ്പോർട്സ് ഇനങ്ങളിൽ തങ്ങളുടെ മികവ് തെളിയിക്കാനും തങ്ങളുടെ ശക്തി തെളിയിക്കാനും കഴിവ് പ്രകടിപ്പിക്കാനുമായി നമ്മുടെ വനിതകൾ അണിചേരുന്നു, ഇറങ്ങുന്നു, ആവേശത്തോടെ മത്സരങ്ങളിൽ പങ്കുചേരുന്നു എന്നുള്ളത് നമുക്ക് വലിയ അഭിമാനം പകരുന്ന വസ്തുതയാണ്. CMC കാർമൽഗിരി പ്രോവിൻസിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും അവരുടെ ഉന്നമനത്തിനും വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കുന്നതായതുകൊണ്ട് തന്നെ അവരുടെ ഈ സ്പോർട്സ് മത്സരങ്ങളിലെ പങ്കുചേരൽ നമുക്ക് വലിയ അഭിമാനം പകരുന്നതാണ്. CMC സന്യാസിനി സമൂഹത്തിന്റെ കാർമൽഗിരി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ സിസ്റ്റർ പ്രതിഭ, സിസ്റ്റർ ചൈതന്യ തുടങ്ങിയവർ നേതൃത്വം നൽകി.